ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി ചെയ്യാനായിട്ട് വരുന്ന ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണോ? നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഡവിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്, ഞാനിപ്പോൾ അപ്ലൈ ചെയ്യണത് നമ്മുടെ ഫൗണ്ടേഷനും വേറൊരു ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു BB ക്രീമിൻ്റെ ഒരു ഫോമിലേക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ BB ക്രീം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെയർനെസ് ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഫൗണ്ടേഷനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. എനിക്ക് ഫൗണ്ടേഷനായിട്ട് അപ്ലൈ ചെയ്യണതിലും കുറച്ചും കൂടെ നല്ലത് ഒരു നാച്ചുറൽ ഫിനിഷ് തോന്നുന്നത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ജസ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു BB ക്രീമിൻ്റെ ആ ഒരു ഫോമിലേക്ക് തന്നെ നമ്മുടെ ഒരു മിക്സ്ചർ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ടാക്കിയിട്ട് നമ്മൾ സാധാ ക്രീം അപ്ലൈ ചെയ്യണ പോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ക്രീം കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ഫൗണ്ടേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടും. നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത പോലെ ഒന്നും കിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഈ ഫൗണ്ടേഷൻ ഇനിയിപ്പോൾ യൂസ് ചെയ്യാണ്ടിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാധാ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്രീം അപ്ലൈ ചെയ്ത എഫക്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ നോർമൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ആ ഒരു അറ്റം മാത്രം, പിരികത്തിൻ്റെ അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരു പിരികം ഫിൽ ചെയ്ത് വരുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മായ്ച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ മാത്രം എഴുതി കൊടുക്കുകയാണ്. ജസ്റ്റ് ചെറുതായിട്ട്, ഒരുപാട് കട്ടിക്കൊന്നും അല്ലാണ്ട് ജസ്റ്റ് നോർമലായിട്ട് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ താഴെ മാത്രം ജസ്റ്റ് കുറച്ചൊരു കട്ടിക്ക് എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്യണത് ഒരു ഐലൈനർ വെച്ചിട്ട് മേലെ ജസ്റ്റ് ഒരു വിങ് ലൈനർ ഒന്നല്ല, ജസ്റ്റ് നോർമലായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രമാണ് ഞാൻ കണ്ണിൽ ചെയ്തിട്ടുള്ളത്. മസ്കാരയും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിത് ഭയങ്കര സിമ്പിളായിട്ട്, എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മസ്കാരയൊന്നും അപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കണ്ണെഴുതാം. ചിലവർക്ക് മേലെ എഴുതുന്നത് ഇഷ്ടമുണ്ടാവില്ല, താഴെ എഴുതുന്നത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചേരുന്നത്, ഏതാണോ കംഫർട്ടബിൾ, ആ രീതിയിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർമലായിട്ട് പുറത്ത് പോകുമ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് 2 ലിപ്പിലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇട്ടോന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, എന്നാൽ ചെറിയൊരു ടിൻറ്റ് നമ്മുടെ ലിപ്പിലുണ്ടാവും. അങ്ങനെയാണ് ഞാൻ നോർമലായിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാറ്. ഇപ്പോൾ വീഡിയോയിൽ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. അതിനുശേഷം ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബ്ലഷ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ്നെസ് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച്, എന്താ പറയുക, പിങ്ക് കളറായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ബ്ലെൻഡായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല. പക്ഷേ നമ്മുടെ ഫേസിന് ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒന്നുമില്ലല്ലോ, പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യാമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ചെറുതായിട്ട് എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫേസിൽ വലിയതായിട്ടുള്ള പിമ്പിൾസ് എപ്പോഴും അങ്ങനെ വരാറില്ല. പക്ഷേ ചെറിയ ചെറിയ പിമ്പിൾസ് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ചെറുതായിട്ട് ആ ഒരു വെയിലത്ത് ഞാൻ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും കാണുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.